അടുത്തത് ധനുക്കൂറാണ്. മൂലവും പൂരാടവും ഉത്രാടത്തിൽ ആദ്യപാദവും ചേർന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് പൊതുവേ മേലുദ്യോഗസ്ഥന്മാരുടെ വിശ്വാസം ഉണ്ടാകും. സ്ഥാനക്കയറ്റവും ചുമതലയും ചില പ്രധാന പദ്ധതികളുടെ നേതൃത്വവും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭരണ രംഗം, വിദ്യാഭ്യാസം, നിയമം, അതുപോലെ ബാങ്കിങ്, IT, ഗവേഷണം ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കാനും ഒക്കെ സാധിക്കും. ലഗ്നപതിയും 4ാം ഭാവപതിയുമായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിലാണെങ്കിലും അത് ഉച്ചത്തിലാണ്. കുജൻ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് പങ്കാളിത്ത ജോലികളിലും ബിസിനസ്സിലും മറ്റുമൊക്കെ ചില തീരുമാനങ്ങൾ ശ്രദ്ധയോടുകൂടി എടുക്കേണ്ട സാഹചര്യം വരാവുന്നതാണ്. ആവേശത്തോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ ആലോചനകളില്ലാതെ കരാറുകളിൽ ഒപ്പിടുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. ഓഗസ്റ്റ് 5 മുതൽക്ക് ബുധൻ അഷ്ടമത്തിലേക്ക് മാറുന്നു. അപ്പോൾ നികുതി, ഇൻഷുറൻസ്, ബാങ്ക് മുതലായിട്ടുള്ള വിഷയങ്ങളിലേക്കൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അതുപോലെ തന്നെ പഴയ ഫയലുകളോ റിപ്പോർട്ടുകളോ ഒക്കെ വീണ്ടും പരിശോധിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരാവുന്നതാണ്. അത് ചിലപ്പോൾ ഗുണം ചെയ്യാനാണ്, വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ചെയ്താൽ അതുകൊണ്ട് ഗുണമായിരിക്കും തനിക്കുണ്ടാവുക. ധനപരമായിട്ട് വരുമാനം മെച്ചപ്പെടുന്നതായിട്ട് കാണാം. അധിക വരുമാനം, അതുപോലെ കുടിശ്ശികകൾ കിട്ടുക, ഇൻഷുറൻസിൽ നിന്നും മറ്റും കിട്ടേണ്ട തുക കിട്ടുക, വായ്പ അപേക്ഷിച്ചവർക്ക് അത് കിട്ടുക, ഇതൊക്കെയും ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാം. ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങളും ഒക്കെ അനുകൂലമാണ്. എങ്കിലും കുറച്ച് റിസ്ക്കുള്ളവ ഒഴിവാക്കുക. അഷ്ടമത്തിൽ വ്യാഴവും ഒക്കെ ആയതുകൊണ്ട്, അത് ഈ ദൈവാധീനം പോരായ്മ ഉള്ളതുകൊണ്ട് അധിക റിസ്ക്കുള്ള പദ്ധതികളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം, പൊതുവെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളും അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് പല അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളും വരാവുന്നതാണ്. ജീവിത പങ്കാളിയുമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ തുറന്ന ചർച്ചയുണ്ടാകണം. അതുപോലെ തന്നെ മുതിർന്നവരുടെ, അച്ഛൻ, അമ്മ മുതലായിട്ടുള്ളവരുടെയൊക്കെ ആരോഗ്യ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. ചില രോഗങ്ങളൊക്കെ അവർക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ദക്ഷിണാമൂർത്തി ക്ഷേത്രം ദർശിക്കുകയോ ദക്ഷിണാമൂർത്തിയുടെ മന്ത്രം നിത്യേന ജപിക്കുകയോ ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വ്യാഴഗ്രഹത്തിനും ചൊവ്വയ്ക്കും ബുധനും ഗ്രഹശാന്തി നടത്തുകയോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത് പ്രദക്ഷിണാദി ഒക്കെ ചെയ്യുന്നതും ഒക്കെ വളരെ ശുഭകരമാണ്.